ഓട്ടോ ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും ആശ്വാസമേകി ഹൊസങ്കടിയിൽ ആധുനിക ഓട്ടോ സ്റ്റാൻഡ് യാഥാർത്ഥ്യമായി. യാത്രക്കാർക്ക് കാത്തിരിക്കാനുള്ള സൗകര്യത്തോടു കൂടിയാണ് ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് പണിതൊരുക്കിയിട്ടുള്ളത്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. വർഷങ്ങളായി സ്റ്റാൻഡ് സൗകര്യമില്ലാതെ ദുരിതമനുഭവിച്ചിരുന്ന ഹൊസങ്കടിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് വലിയ ആശ്വാസം പകർന്നുകൊണ്ടാണ് ഇവിടെ ആധുനിക രീതിയിലുള്ള ഓട്ടോ സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 3 മാസം മുമ്പ് ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിന്റെ അഭാവവും ഇതുമൂലമുണ്ടാകുന്ന സുരക്ഷാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി കാസർഗോഡ് വിഷൻ വാർത്ത നൽകിയിരുന്നു. ടൗണിൽ സ്റ്റാൻഡ് സൗകര്യമില്ലാത്തതിനാൽ റോഡരികിൽ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യേണ്ട സാഹചര്യമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത്. ഇതിനാൽ ബസ്സുകളുടെ ഡോർ തുറക്കുമ്പോൾ ഓട്ടോറിക്ഷകളിൽ ഇടിക്കുന്ന സംഭവങ്ങൾ പതിവാകുകയും തൊഴിലാളികൾക്കും യാത്രക്കാർക്കും പലതരത്തിലുള്ള സുരക്ഷാ ഭീഷണികൾ നേരിടേണ്ടി വരികയും ചെയ്തിരുന്നു. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാവശ്യമാണ് ഇപ്പോൾ പരിഗണിക്കപ്പെട്ട് ഫലം കണ്ടിരിക്കുന്നത്. 2-3 മാസം മുമ്പ് കാസർഗോഡ് വിഷൻ ചാനലിൽ ഞാൻ ഇതേ വിഷയം പറഞ്ഞതാണ്. നമുക്ക് ഓട്ടോ സ്റ്റാൻഡില്ല, ഹൈവേയിൽ വെച്ചിട്ട് ഹൈവേക്കാരും ബുദ്ധിമുട്ട്, പോലീസുകാരുടെ ബുദ്ധിമുട്ട്. നമുക്ക് ഓട്ടോ സ്റ്റാൻഡ് 100 റിക്ഷ ഓടോടെ വെച്ചിട്ട് ഹൈവേയിൽ വെച്ചിട്ടാണ് ബുദ്ധിമുട്ടാണ്. ബസ്സിൻ്റെ ഡോർ തുറക്കുമ്പോൾ നമുക്ക് ഇത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളുടെ ചാനലിൽ. പക്ഷേ ഇപ്പം നമ്മൾ എല്ലാം ശ്രമിച്ചിട്ട് എല്ലാ പാർട്ടിക്കാരും എല്ലാ ഓട്ടോക്കാരും ശ്രമിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് ചെയ്തത്. ഇതിൽ കുറേ ആളെ ശ്രമമുണ്ട്. എല്ലാവരും എല്ലാം പറഞ്ഞാൽ എല്ലാ മൊത്തത്തിൽ ഓട്ടോക്കാരും നല്ല ശ്രമിച്ചിന്, നല്ല ജോലി ചെയ്തിന്, നല്ല കളക്ഷനും ആക്കിന്, നല്ല ഒരു ജോലി ചെയ്തിട്ടാണ് ഈ ഓട്ടോ സ്റ്റാൻഡ് ഇത്തരമായത്. ബസ് വെയിറ്റിംഗ് ഷെഡിന്റെ മാതൃകയിലാണ് ഇവിടെ പുതിയ ഓട്ടോ സ്റ്റാൻഡ് പണിതൊരുക്കിയിട്ടുള്ളത്. ഓട്ടോ തൊഴിലാളികൾക്ക് വിശ്രമിക്കാനും അതുപോലെ തന്നെ യാത്രക്കാർക്ക് സുരക്ഷിതമായി ഓട്ടോ കാത്തിരിക്കാനും അനുയോജ്യമായ രീതിയിലുള്ളതാണ് സ്റ്റാൻഡ്. 102 ഓട്ടോറിക്ഷകളാണ് നിലവിൽ ഹൊസങ്കടിയിലുള്ളത്. ഇവരെല്ലാവരും രാഷ്ട്രീയവും ജാതിയും മതങ്ങളുമെല്ലാം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിനുള്ള അംഗീകാരവും അടയാളവുമാണ് ಆಕರ್ಷಕമായ ಈ ಆಟೋ ಸ್ಟ್ಯಾಂಡ್. ಈಗ ಹೊಸಂಗಡಿಯಲ್ಲಿ ಕೆಲವು ವರ್ಷದಿಂದ ಈ ಮಾರ್ಗ ಆದ ನಂತರ ಒಂದು ಜನರಿಗೆ ಸಾರ್ವಜನಿಕ ಜನರು ಬಂದು ನಿಂತುಕೊಳ್ಳಲು ಅವರಿಗೆ ವ್ಯವಸ್ಥೆ ಇರಲಿಲ್ಲ. ಬಸ್ಸಿಗೆ ಕಾಯ್ತಿರುವಾಗ ಅವರು ಮಾತೆಯರಿರ್ಬೋದು, ಭಗಿನಿಯರು, ಮಕ್ಕಳು, ಹಿರಿಯರು ಎಲ್ಲರೂ ಬಂದು ಬಸ್ಸಿಗೆ ಕಾಯುವಾಗ ಕೂಡ ಮಳೆ ಬರುವಂಥ ಸಂದರ್ಭದಲ್ಲಿ ಅವರಿಗೆ ಒಂದು ಬಸ್ ಸ್ಟ್ಯಾಂಡ್ ಇರಲಿಲ್ಲ. ಈಗ ಅಲ್ಲದೆ ನೀರಿನ ವ್ಯವಸ್ಥೆ ಕೂಡ ಬೇಸಿಗೆಗಾಲದಲ್ಲಿ ನೀರಿನ ವ್ಯವಸ್ಥೆ ಕೂಡ ಇರಲಿಲ್ಲ. ಈಗ ಈ ರಿಕ್ಷಾ ಸ್ಟ್ಯಾಂಡಿನವರು ಮತ್ತು ಇಲ್ಲಿಯ ಪ್ರತಿನಿಧಿಗಳು, ಸಂಘಟನೆ ಎಲ್ಲ ಪ್ರಮುಖರು, ವ್ಯಾಪಾರಿಗಳು, ಈ ಊರಿನ ನಾಗರಿಕರು ಎಲ್ಲ ಸೇರಿಕೊಂಡು ಇಲ್ಲಿ ಒಂದು ಸಣ್ಣ ಬಸ್ ನಿಲ್ದಾಣವನ್ನು ಮತ್ತು ನೀರಿನ ವ್ಯವಸ್ಥೆಯನ್ನು ಮಾಡಿದ್ದಾರೆ. ഇതിനുവേണ്ടി ഓരോ അംഗങ്ങളിൽ നിന്നും 1000 രൂപ വീതം പിരിവെടുത്തിരുന്നു. ഇന്റർലോക്ക് പാകൽ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള നിർമ്മാണ ചെലവിലേക്കായി മണ്ഡലം MLA AK അഷ്റഫ് തന്റെ വികസന ഫണ്ടിൽ നിന്ന് ഏകദേശം 1.25 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. നമ്മൾ ഈ സ്റ്റാൻഡ് ആവാൻ വേണ്ടിയിട്ട് 102 ഡ്രൈവർമാരും നല്ല സഹകരിച്ച് ഓരോ ഡ്രൈവർമാരും 1000 രൂപ മുതലിട്ടിട്ടാണ് ഇതിൻ്റെ ഏകദേശം പണി തുടങ്ങിയത്. അപ്പം നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഇന്റർലോക്ക് ആക്കിയിട്ട് തന്നെ വലിയ ഒരു MLA ആണ് നമുക്ക് ഈ ഇന്റർലോക്ക് ഒന്ന് ആക്കിയിട്ട് തന്നത്. ഞങ്ങൾ ഒരു ഡ്രൈവർമാരെല്ലാം ഒന്നൊഴിച്ച് ഒരു കാര്യം നിവരിച്ചു സ്റ്റാൻഡ് വേണം നമുക്ക് എന്നിട്ട് ആ സ്റ്റാൻഡ് വേണമെങ്കിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു മീറ്റിംഗ് ആക്കി. നമ്മളെ ഡ്രൈവർമാർസ് എല്ലാം 102 മെമ്പേഴ്സ്മാരുണ്ട്, 102 മെമ്പേഴ്സ്മാരിലുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒന്ന് തീർമാനമാക്കി. MLA കാണാൻ പോയി. MLA പിന്നെ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് പോലെല്ലാം കണ്ടിട്ട് ഒരു തീർമാനമാക്കി ഞങ്ങൾ. ഇങ്ങനെ തൊഴിലാളികളുടെ കൂട്ടായ്മയും ജനപ്രതിനിധിയുടെ കടമയും കൈകോർത്തതോടെയാണ് എക്സൈസ് ചെക്ക് പോസ്റ്റ് കൂടി സ്ഥിതി ചെയ്യുന്ന ഹൊസങ്കടി ടൗണിൽ മാതൃകാപരമായൊരു ഓട്ടോ സ്റ്റാൻഡ് ഉദയം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.